നമസ്കാരം. ഐബേർഡ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോദിക്കെതിരെ എ.പി. അബ്ദുള്ളക്കുട്ടി മോദിയോട് ഭ്രമം കൂടിയിട്ടോ സ്നേഹമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ബി.ജെ.പി. എന്ന പാർട്ടിയോട് കൂറുള്ളത് കൊണ്ടോ അല്ല പലരും ബി.ജെ.പി. എന്ന പാർട്ടിയിലേക്ക് ചേക്കേറുന്നത്. കാരണം ഇതായിരുന്നു, വെറും അധികാരമോഹങ്ങൾ. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് ബി.ജെ.പിയെ ഉപയോഗിക്കാം. കാരണം പ്രത്യേകിച്ച് മറ്റുള്ള പാർട്ടികൾ വിട്ട് ബി.ജെ.പിയിലേക്ക് ചേക്കേറുക എന്നത് ബി.ജെ.പിയിലേക്ക് ചെല്ലുന്ന അവർക്കും ബി.ജെ.പി. സ്വീകരിക്കുന്നവർക്കും ഒരേ ഉദ്ദേശമാണ്. കാരണം അവർക്ക് ആളെ കിട്ടണം. ആ ആളെ കിട്ടിയാൽ അവരെ വെച്ച് സ്റ്റേജിൽ വെച്ച് കുറച്ച് ആളുകളുടെ ഇടയിൽ ആളാവണം, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ തന്നെ ഈ ബി.ജെ.പി. എന്ന പാർട്ടിയെ കൊണ്ട് ഈ രാജ്യത്തിന്, ഈ നാടിന് എന്താണ് ഉപകാരം? ജനങ്ങളെ തമ്മിൽ തല്ലിക്കുക എന്നതിൽ അപ്പുറം എന്താണ് ഉള്ളത്? എന്താണ് നടക്കുന്നത്? മറ്റുള്ള പാർട്ടികളിൽ നിന്നും അല്ലെങ്കിൽ സിനിമാ ഫീൽഡുകളിൽ നിന്നും ബി.ജെ.പിയിലേക്ക് പോവുക, ചേക്കേറുക എന്നുള്ളത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഒന്ന്, മോദി ഭ്രമം കൂടിയിട്ട് മോദിയെ പരിചയപ്പെടാം, മോദിയുടെ കൂടെ വേദി പങ്കിടാം, മോദിക്ക് ഷൈക്കാൻ കൊടുക്കാം, മോദിയുമായി സംസാരിക്കാം. അതൊരു വലിയ സംഭവമായിട്ടാണ്. കാരണം ലോകത്ത് ആദ്യമായി ഒരു മനുഷ്യൻ, ഒരു പ്രധാനമന്ത്രി ആവുന്നു എന്ന പോലെയാണ് തോന്നുന്നത്. മോദിയെ പരിചയപ്പെടാം എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്താണ് ഈ മോദി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പോയവർ അതേപോലെ ചാടി തിരിച്ചു പോവുകയാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഇതാ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി മോദി ഭക്തൻ കൂടിയിട്ട് മറ്റു പാർട്ടി വിട്ട് സ്വന്തം മതക്കാരെയും ചവിട്ടിത്താത്തി പോയതാണ് ബി.ജെ.പിയിലേക്ക്. ഇപ്പൊ എന്തായി? മോദിയെ കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ഈ മോദിയുടെ പരിപാടികൾ, ആ ബി.ജെ.പി. RSS പരിപാടികളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഇയാൾ മോദിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇയാൾ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചും ക്യാഷ്ലെസ് ഇന്ത്യയെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവി സാധ്യതയെക്കുറിച്ചും അദ്ദേഹം ലോകം മുഴുവൻ പറന്നു നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും ഇടയ്ക്കിടെ വിമർശിക്കാം, പക്ഷേ കുത്തി നോവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യാൻ, കളിയാക്കാം, പക്ഷേ ക്രൂരമായി അദ്ദേഹം കൊഞ്ഞനം കേട്ടയാണ്. ഇന്ന് ഇന്ത്യ കാണുന്ന പുരോഗതിയെല്ലാം ബി.ജെ.പി. ഭരണം കൊണ്ടുണ്ടായതാണ്. എന്താണതിൽ RSSന് പങ്ക്? എന്താണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന പുരോഗതിക്ക് ബി.ജെ.പിക്ക് പങ്ക്? സ്വാതന്ത്ര്യത്തിന് ശേഷം 70 കൊല്ലത്തെ ചരിത്രത്തിൽ 6 പതിറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ച് ഇന്ത്യയുടെ കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ, IT വ്യവസായത്തിന് അടിത്തറ പാകിയ ഒരു മഹാപ്രസ്ഥാനമാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 70 കൊല്ലത്തെ ചരിത്രത്തിൽ 6 പതിറ്റാണ്ടിലധികം ഇന്ത്യ ഭരിച്ച് ഇന്ത്യയുടെ കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ, IT വ്യവസായത്തിന് അടിത്തറ പാകിയ ഒരു മഹാപ്രസ്ഥാനമാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസ്. അത് മറന്നുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ശരിയല്ല എന്ന് വളരെ താഴ്മയോടുകൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമന്ത്രി മോദി കള്ളപ്പണം നിരോധിക്കുമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആ പദ്ധതി തീരെ പ്രായോഗികമല്ലാതെ പരാജയമണഞ്ഞിരിക്കുക. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ കോൺഗ്രസിന്റെ ഭരണത്തിലാണ് ഈ രാജ്യത്തെ കാർഷിക, വ്യാവസായിക, വിദ്യാഭ്യാസ, IT ഇൻഫ്രാസ്ട്രക്ചർ പുരോഗതി ഉണ്ടായിട്ടുള്ളത്. അതിന് അടിത്തറ പാകിയ ഒരു പ്രസ്ഥാനത്തെ അപമാനിക്കരുത് എന്ന് മാത്രം വിനയപൂർവം അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അബ്ദുള്ളക്കുട്ടിയെ പോലത്തെ ഒരാൾക്ക് ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമായത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
കാരണം മറ്റൊന്നുമല്ല, ഈ BJP RSS എന്ന് പറയുന്നവരെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ നല്ല ഒരു മനസ്സിന്റെ ഉടമയ്ക്ക്, നല്ലൊരാൾക്ക് അവരെ കൂടെ കൂടാൻ കഴിയില്ല. അതിന് സാധിക്കില്ല. അവരെ കൂടെ പിന്നെ എന്തെങ്കിലുമൊക്കെ BJPയുടെ കൂടെ കൂടിയാൽ മോദിയെ കാണാം. പണ്ട് ഐശ്വര്യ റായിയുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണത്ര, വലിയ എന്ന് പറയുന്നത് പോലെയാണ്. നരേന്ദ്രമോദിയെ കാണാം, നരേന്ദ്രമോദി വരുന്ന സ്റ്റേജിൽ ഇരിക്കാം എന്നെല്ലാം ആ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മറ്റൊരു പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിം വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് BJP എന്ന പ്രസ്ഥാനത്തിലേക്ക് മറ്റുള്ളൊരു പ്രസ്ഥാനം വിട്ട് അല്ലെങ്കിൽ മറ്റൊരു മതക്കാരൻ ഈ പാർട്ടിയിലേക്ക് ചെന്നാൽ അവർ സ്റ്റേജിൽ കയറ്റി ഇരുത്തും. ആദ്യമേ അവര് പ്രധാനമന്ത്രിയെ ഒന്ന് വിളിച്ച് അവർ കൂടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കും. അപ്പൊ ഇവർക്കിത് വലിയൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ബ്രോഷറുകളിലും അവരുടെ BJPയുടെ പ്രോഗ്രാം നടത്തുമ്പോൾ ബാനറുകളിലെല്ലാം ഇയാളുടെ പേരെല്ലാം വെച്ച് അങ്ങനെ ആളുകളെ വശീകരിക്കാൻ നോക്കുമ്പോൾ ഇവർക്കതൊരു സുഖമാണ് കാണാൻ. അല്ലാതെ സ്വന്തം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും BJPയിൽ പോയി ചേരുമോ? ഇല്ല, ഒരിക്കലും. കാരണം ഈ BJP RSS എന്ന് പറയുന്ന പ്രസ്ഥാനം നാട്ടിൽ തീ കൊടുത്ത് അത് ആളിപ്പടർത്തി കത്തിച്ച് ജനങ്ങളെ തമ്മിൽ നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഹിന്ദുവിനെയും മുസ്ലിമാനെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ BJP എന്ന് പറയുന്ന സംഘടനകൾ, പ്രസ്ഥാനങ്ങളും. യാതൊരു സംശയവുമില്ല അതിന്. എത്രയോ നല്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള നല്ല ആളുകളെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. എന്നിട്ട് അവർക്ക് ഭരിക്കണം, അതാവണം അവരുടെ ലക്ഷ്യം. അല്ലാതെ പാവപ്പെട്ട ഹിന്ദുക്കളെ രക്ഷപ്പെടുത്തണമെന്നോ അവരെ സഹായിക്കണോ എന്നുള്ള ഒരു ആവശ്യമേ, അങ്ങനെ ഒരു പ്ലാനിങ്ങേ അവർക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവരെ കുറിച്ച് മനസ്സിലാക്കി നമ്മുടെ നാടിന് ഇനിയെങ്കിലും സ്നേഹത്തോടും ഐശ്വര്യത്തോടു കൂടിയും നല്ല ബന്ധങ്ങളോട് കൂടിയും ജീവിക്കാനുള്ള മനസ്സുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഇത്തരം രീതിയിലുള്ള ഇവരുടെ ഈ ചതിക്കുഴിയിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അണിചേരുക, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ നന്മകൾ ചിന്തിക്കുന്ന, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ കൂടെ കൂടുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.